അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏത് ഫ്രെയിംവർക്കാണ് പഠിച്ചാൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരിക എന്നാണ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് ആളുകളോട് സംസാരിച്ചതാണ്. എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, മറ്റൊന്ന് നമ്മളുടെ കൺവീനിയൻസിനും നമ്മളുടെ ആവശ്യത്തിനും അനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഒരു ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളെ തന്നെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ നോക്കുന്ന ജോബ് മാർക്കറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനികളിൽ ഏറ്റവും പോപ്പുലർ ഫ്രെയിംവർക്ക് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. അടുത്തതായിട്ട് നമുക്കൊരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. പലപ്പോഴും ഡെവലപ്മെൻറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യുന്നത് വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അവർ പലപ്പോഴും അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും. ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് വീഡിയോസും കിട്ടും. ചില വീഡിയോസൊക്കെ പറയുന്നത് റിയാക്റ്റ് ആണ് ഒരു പക്ഷേ ഏറ്റവും നല്ല ഫ്രെയിംവർക്ക് എന്നായിരിക്കും. മറ്റ് ചില വീഡിയോസിൽ കാണുന്നത് ആംഗുലാറോ മറ്റേതെങ്കിലും ഒരു ഫ്രെയിംവർക്കോ ആയിരിക്കും 2024 പഠിക്കാൻ ഏറ്റവും നല്ലതെന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏത് ഫ്രെയിംവർക്കാണ് പഠിച്ചാൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരിക എന്നാണ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് ആളുകളോട് സംസാരിച്ചതാണ്. എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ബെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയാവുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഏത് ഫ്രെയിംവർക്ക് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് നോക്കാം. മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് വീഡിയോകളിൽ പലപ്പോഴും ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രെയിംവർക്ക് ഏതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് ഫ്രെയിംവർക്കിനെ അവർ തീരുമാനിക്കുന്നത് എന്നാണ്. സോ പൊതുവേ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ NPM ട്രെൻഡ്സ് പോലെയുള്ള വെബ്സൈറ്റുകളെ അവർ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് NPM ട്രെൻഡ്സിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയി നോക്കിയാൽ ഇതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് തന്നെ ആംഗുലർ ആണോ റിയാക്റ്റ് ആണോ വ്യൂ ആണോ ഏറ്റവും നല്ലതെന്നുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൽ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ്, ഇതാണ് റിയാക്റ്റിൻ്റെ ഡൗൺലോഡ്സിൻ്റെ എണ്ണം. സോ ഇത് ഓൾമോസ്റ്റ് ഒരു 2 മില്യണോ മറ്റോ വരുന്നുണ്ട്, 2 ബില്യണോ മറ്റോ വരുന്നുണ്ട്. ഗ്രീനിൽ കാണുന്നത് Vue.jsഉം അതുപോലെ ബ്ലൂവിൽ കാണുന്നത് ആംഗുലാറുമാണ്. സോ ഇതുപോലൊരു ഗ്രാഫ് കാണുന്ന ആൾ ഒറ്റ നോട്ടത്തിൽ റിയാക്റ്റ് മറ്റ് 2 ഫ്രെയിംവർക്കുകളെക്കാളും ഒരുപാട് പോപ്പുലർ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആക്ച്വലി റിയാക്റ്റ് പോപ്പുലറാണ്, അതിനൊരുപാട് ഡൗൺലോഡ്സും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഫ്രെയിംവർക്കിന് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഡൗൺലോഡ്സിൻ്റെ അടിസ്ഥാനത്തിലാവരുത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളൊരു ഫ്രെയിംവർക്കിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിലാദ്യത്തേത്, ഫ്രെയിംവർക്കുകൾക്ക് ഓരോന്നിനും അതിൻ്റേതായ പ്രോസും അതുപോലെ കോൺസും ഉണ്ടാവും. അതായത് നല്ല ഭാഗങ്ങളും ചീത്ത ഭാഗങ്ങളും ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് റിയാക്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ റിയാക്റ്റ് ഒരു എളുപ്പമുള്ള ലാംഗ്വേജാണ്. പൊതുവേ അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം മതി, അത് മനസ്സിലാക്കാനും എളുപ്പമാണ്. ആംഗുലാറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ആംഗുലാർ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രെയിംവർക്കായിട്ട് ഒരുപക്ഷെ തോന്നിയേക്കാം. മറ്റൊരു വശത്ത് റിയാക്റ്റിനേക്കാൾ കൂടുതൽ ഇൻബിൽറ്റ് ഫങ്ഷണാലിറ്റികൾ ആംഗുലാറിനുണ്ടെന്ന് കാണാം. അപ്പോൾ ഓരോ ഫ്രെയിംവർക്കിനും അതിൻ്റേതായ പ്രോസും കോൺസും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിംവർക്കും പല റിക്വയർമെൻറ്റുകളായിരിക്കും പാലിക്കുന്നത്. മറ്റൊന്ന്, നമ്മളുടെ കൺവീനിയൻസിനും നമ്മളുടെ ആവശ്യത്തിനും അനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഒരു ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളെ തന്നെ നോക്കാം. HTMLഉം CSSഉം ജാവാസ്ക്രിപ്റ്റും പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു ഫ്രെയിംവർക്ക് പലപ്പോഴും റിയാക്ട് ഫ്രെയിംവർക്ക് ആയിരിക്കും. ആംഗുലാർ ഒരുപക്ഷെ ഒരല്പം കൂടെ ബുദ്ധിമുട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ആയിരിക്കും. സോ നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു ഫ്രെയിംവർക്കാണ് വേണ്ടതെങ്കിൽ റിയാക്റ്റ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് തന്നെയാണ്. നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഉപയോഗിക്കുന്നത് AngularJS ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിച്ചാൽ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് AngularJS ആയിരിക്കും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനി അവർക്ക് ഏറ്റവും അധികം ഒരു ആപ്ലിക്കൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആംഗുലാറിലുള്ള നോളജ് ആയിരിക്കും ഒരുപക്ഷെ. സോ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കമ്പനി നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഫ്രെയിംവർക്ക്, അവരുപയോഗിക്കുന്ന ഫ്രെയിംവർക്കായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രെയിംവർക്കായിട്ട് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഡെവലപ്പേഴ്സും നിങ്ങളുടെ ടീമിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് ഏറ്റവും അധികം ഫെമിലിയർ ആയിട്ടുള്ള ഫ്രെയിംവർക്കായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കൊരു ബെറ്റർ ഫ്രെയിംവർക്കായിട്ട് തോന്നുക. അപ്പോൾ പല റിക്വയർമെൻറ്റുകൾക്കനുസരിച്ച് പല ഫ്രെയിംവർക്കുകളാണ് ബെറ്ററായിട്ട് വരിക. നിങ്ങൾ ആദ്യമായിട്ട് ഡെവലപ്മെൻറ്റിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കോംപ്ലക്സിറ്റി കുറവുള്ള
എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ റിയാക്ട് ഫ്രെയിം വർക്ക് എപ്പോഴും നല്ലൊരു ഫ്രെയിം വർക്ക് ആയിരിക്കും. ഇനി റിയാക്ട് ഫ്രെയിം വർക്കും ആംഗുലറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ നോക്കുന്ന ജോബ് മാർക്കറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനികളിൽ ഏറ്റവും പോപ്പുലർ ഫ്രെയിം വർക്ക് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കാവുന്നതാണ്. അതുപോലെ ആംഗുലറും റിയാക്റ്റും തമ്മിലുള്ള കമ്പാരിസൺ. പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ആംഗുലർ ആണോ റിയാക്റ്റ് ആണോ ഒരുപക്ഷെ നല്ലൊരു ഫ്രെയിം വർക്ക് ആയിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് റിയാക്റ്റ് ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ്. എന്നിരുന്നാലും ആംഗുലർ പലപ്പോഴും എൻ്റർപ്രൈസ് ലെവലിൽ യൂസ് ചെയ്യാറുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. റിയാക്റ്റും എൻ്റർപ്രൈസ് അതുപോലെ ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യാറുള്ള ഒരു ഫ്രെയിം വർക്കാണ്. എന്നിരുന്നാലും റിയാക്റ്റ് ഏറ്റവും ബേസിക് ആപ്ലിക്കേഷൻ മുതൽ എൻ്റർപ്രൈസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആംഗുലാറിൻ്റെ പോപ്പുലാരിറ്റി പലപ്പോഴും ആ ഒരു എൻ്റർപ്രൈസ് ലെവലിലായിരിക്കും. റിയാക്റ്റിൻ്റെ പോപ്പുലാരിറ്റി ഏറ്റവും ബേസ് ലെവൽ മുതൽ ഒരു എൻ്റർപ്രൈസ് ലെവൽ വരെയുള്ള ആളുകൾക്കിടയിലും കാണും. അതുകൊണ്ട് തന്നെ അതിന് ഡൗൺലോഡ്സും കൂടുതലായിരിക്കും. അതിൻ്റെ അർത്ഥം റിയാക്റ്റോ ആംഗുലാറോ ഒന്നിനേക്കാൾ മെച്ചമാണെന്നല്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ റെക്കമെൻഡേഷൻ റിയാക്ട് JS ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഒരുപക്ഷെ ഏറ്റവും എളുപ്പവും റിയാക്റ്റ് ആണെന്നുള്ളത് കൊണ്ടാണ്.